ഗൾഫ് മേഖലയിൽ യുദ്ധഭീതിയും ആശങ്കയും വർദ്ധിക്കുകയാണ്. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിനെതിരെ ഇറാൻ നടത്തുന്ന കനത്ത പ്രത്യാക്രമണങ്ങളിൽ നിരപരാധികളായ പ്രവാസികൾക്കും ജീവൻ നഷ്ടപ്പെടുകയാണ്. സൗദി അറേബ്യയിലുണ്ടായ വലിയൊരു ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത. സൗദി അറേബ്യയിലെ അൽ ഖർജ് നഗരത്തിലെ ഒരു പാർപ്പിട കേന്ദ്രത്തിൽ ഒരു സൈനിക പ്രൊജക്ടൈൽ പതിച്ചാണ് ഈ വലിയ ദുരന്തമുണ്ടായത്. ഒരു ഇന്ത്യക്കാരനും ഒരു ബംഗ്ലാദേശി പൗരനുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മറ്റു 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു അറ്റകുറ്റപ്പണി ശുചീകരണ കമ്പനിയുടെ കീഴിലുള്ള സാധാരണ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് ഈ ആയുധം വന്ന് പതിച്ചത്. സൗദി സിവിൽ ഡിഫൻസ് ആണ് ഈ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്ന അൽ ഖർജിലെ റഡാർ സംവിധാനങ്ങളെ തങ്ങൾ ലക്ഷ്യം വെച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും മറ്റും നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നിരന്തര ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഇറാൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നത്. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരപരാധികളായ തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. പ്രശ്നം സൗദിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇറാന്റെ തിരിച്ചടി ഗൾഫിലാകെ വ്യാപിക്കുകയാണ്. ആദ്യം ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളെ കൂടി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. സൈനിക ലക്ഷ്യങ്ങൾക്കപ്പുറം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകളിലും ബഹ്റൈനിലെ ജലശുദ്ധീകരണ പ്ലാന്റുകളിലും നടന്ന ആക്രമണങ്ങൾ ഇതിന്റെ സൂചനയാണ്. ഒപ്പം സൗദി തലസ്ഥാനമായ റിയാദിൽ നയതന്ത്ര കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ശ്രമം ഉൾപ്പെടെ 15 ഡ്രോണുകളാണ് സൗദി പ്രതിരോധ മന്ത്രാലയം തകർത്തത്. ഇറാന്റെ സൈന്യം നടത്തുന്ന ഈ നടപടി വലിയ തന്ത്രപരമായ അബദ്ധവും അവിവേകവുമാണെന്നാണ് അറബ് ലീഗ് വ്യക്തമാക്കുന്നത്. തങ്ങളെ ആക്രമിക്കുന്നത് തുടർന്നാൽ ലോകം എണ്ണവില ബാരലിന് $200 മുകളിൽ കൊടുത്തു വാങ്ങാൻ തയ്യാറാകേണ്ടി വരുമെന്നും 6 മാസത്തോളം യുദ്ധം തുടരാനുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ 1200-ലധികം സാധാരണക്കാർ ഇറാനിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരുമാണ്. അതിൽ ഭൂരിഭാഗവും മലയാളികളും. ഇറാൻ ആക്രമണങ്ങൾ നിർത്താൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവൻ വലിയ ഭീഷണിയിൽ തന്നെയാണ്. ഗൾഫ് മേഖല വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള പ്രവാസികളുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.